ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് നമ്മുടെ 5th മൊഡ്യൂള ലാസ്റ്റ് സെഷൻ ആണ്. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിഫൈ ക്രിയേഷനിലെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ആപ്സ്, നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ആപ്സിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അപ്പോൾ ഈ ആപ്സ് വഴി, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണ വഴി നിങ്ങളുടെ സ്റ്റോർ നിങ്ങൾക്ക് ഹൈ കൺവേർട്ടിങ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോസ്റ്റ് എമൗണ്ട് ഓഫ് റവന്യൂ ഓരോ കസ്റ്റമേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ആപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു 4 ആപ്പ് ആയിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഡ് അടുത്ത ഒരു വീഡിയോ കൂടി ഉണ്ടാകും, അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, റിലേറ്റഡ് COD ഫോം ആൻഡ് അപ്സെൽസ് ആണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു COD ഫോം ആണ്. അത് നമ്മുടെ ആഡ് ടു കാർട്ട് ബട്ടൺ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ആഡ് ടു കാർട്ട് ലൈക്ക് COD വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. ഇതൊന്നും ഭയങ്കരമായിട്ടൊന്നും അറിയാനൊന്നുമില്ല. ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല, ബട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ, മെയിനായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ആദ്യത്തെ നമ്മുടെ ആപ്പ് ഇതാണ്. ഇനി രണ്ടാമത് നമുക്ക് ക്ലേവിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇതാണ് ക്ലേവിയോ. അപ്പോൾ ഈ ക്ലേവിയോ എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് SMS ആപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇമെയിലും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു ബ്രാൻഡായിട്ട് മാറുമ്പോൾ യൂസ് ചെയ്യണ ഒരു ആപ്പാണ് ക്ലേവിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡേറ്റാസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ക്ലേവിയോ വഴി നമുക്ക് ഇവർക്ക് വേണ്ടി പുതിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പുതിയ സെയിൽസ് വരുന്നുണ്ട്, പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമ്മൾക്ക് അവരോട് കൺവേ ചെയ്യാം. അത് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ടാണ്, നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ക്ലേവിയോ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് എസെൻഷ്യൽ കൗണ്ട് ഡൗൺ ടൈമർ ബാറാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടൈമർ വെക്കണതാണ്. നമ്മുടെ ആഡ് ടു കാർട്ട് ബട്ടണിൽ നമ്മളൊരു ടൈമർ വെക്കണതാണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ദിവാലി സെയിൽസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സെയിൽസ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മുകളിൽ കണ്ടിട്ടില്ലേ, ഇതിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഈ സെയിൽ ഇപ്പോൾ തീരും. അപ്പോൾ ഈ 1 മണിക്കൂറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ഏർജൻസി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഏർജൻസി കാണുമ്പോൾ ആൾക്കാർക്ക് 1 മണിക്കൂറിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ, മണിക്കൂറിനുള്ളിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 10 രൂപക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാനത് 100 രൂപക്ക് വാങ്ങിക്കേണ്ടി വരും, അങ്ങനെ വരില്ലേ. ആ ഒരു ഏർജൻസി ആൾക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൈമർ ബാർ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആപ്പ്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് റിപ്പോർട്ട് പണ്ഡിത് എന്ന് പറഞ്ഞ ഈ ആപ്പാണ്. ഈ ആപ്പ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനലൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും, ഡാറ്റാസ് അനലൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും വളരെയധികം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പാണ്. കാരണം സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും ഗൂഗിൾ അനലിറ്റിക്സ് ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ഡേറ്റാസ് നോക്കാൻ പറ്റും. എവിടെ നിന്നാണ് കസ്റ്റമേഴ്സ് വന്നേക്കുന്നത്, ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണ്, ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വന്നേക്കുന്നത്, നമ്മൾ ഈ ഓരോ മാസത്തിൽ എത്ര റവന്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡേറ്റ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് റിപ്പോർട്ട് പണ്ഡിത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചെടുത്താൽ മതി. ഈ പേരൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അത് അടിച്ചെടുത്താൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി ഇത് എല്ലാ ആപ്സും നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല, അതിൽ മെയിനുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ വരാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും, അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, അതായത് COD ഫോമിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണിക്കുന്നത് ഓപ്പൺ തീം എന്നാണ്. അതായത് നമ്മുടെ തീമിൽ ഇത് എനേബിൾ ചെയ്യണം. അപ്പോൾ അവർ തന്നെ ഒരു ഇത് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പൺ തീം ക്ലിക്ക് ചെയ്യണം.
നമുക്ക് നമ്മുടെ സ്റ്റോറിൻ്റെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൺ ഓഫ് ഉള്ള ബട്ടൺ കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓൺ ആക്കി ഇടണം. ഇത് ഓൺ ആക്കി ഇടുന്നതിലൂടെ നമ്മൾ പെർമിഷൻ കൊടുക്കണതാണ്. നമ്മൾ ഈ ഒരു COD ഫോം നമ്മുടെ തീമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. വൺസ് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് നമ്മുടെ COD ഫോം നമ്മുടെ തീമായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും, കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിക്കോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാം എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഓർഡർ നൗ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു പേജ് നമുക്ക് കിട്ടും. ഈ പേജിൽ നമുക്ക് ഇവിടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്തിരിയും കൂടി എളുപ്പമാണ്. COD പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റാം, ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആപ്പ് വെച്ച് സംഭവിക്കുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ ഇതിലോട്ട് പോകാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നമുക്കിനി അടുത്ത സ്റ്റെപ്സ് ഉണ്ട്, 2-3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ തീർക്കണം. ഇതിൻ്റെ തന്നെ വീഡിയോ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ കണ്ടാൽ മതി. അതിൽ കൂടുതൽ സംശയങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ആ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കണ്ടാൽ മതി. യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്. ബട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബില്ലിംഗ് പ്ലാൻസിലോട്ട് പോകാം. ബില്ലിംഗ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഈ ആപ്പ് ഫ്രീ ആണ്. കാരണം 100 ഓർഡർ പെർ മന്ത് വരണ വരെ നമുക്ക് ഈ ആപ്പ് ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പെർ മന്ത് 800 ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയത്തിലോട്ട് മാറേണ്ടി വരും. ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യേണ്ടി വരും. അല്ല, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ പ്ലാൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പാണ്. കാരണം കൂടുതൽ സെയിൽസ് വരാനും ഉള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ എളുപ്പത്തിൽ നടക്കും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ സെറ്റിങ്സ് ആൻഡ് ഇൻ്റഗ്രേഷനിലോട്ട് പോവാം. സെറ്റിങ്സ് ആൻഡ് ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഓൾറെഡി ഇവിടെ വേണ്ട സെറ്റിങ്സ് അവർ തന്നെ ചെയ്ത് വച്ചിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ, വേണ്ടെങ്കിൽ മാറ്റണ്ട. ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മാറ്റാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഫോം ഡിസൈനറിലോട്ട് ചെല്ലാം. ഫോം ഡിസൈനറിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈവ് പ്രിവ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും പ്രിവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ലൈക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ കണ്ട എന്തൊക്കെ ഇൻഫോർമേഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം അത് നിങ്ങൾക്ക് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൺ ചെയ്ത് വെക്കാം, ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ കളർ വേണമെങ്കിൽ കളർ മാറ്റാം. ഇപ്പം എനിക്ക് ഇത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ കളറൊന്നും മാറ്റാൻ നിൽക്കണില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു COD ഫോംസ് ആൻഡ് അപ്സെൽസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ തന്നെ താഴെ തന്നെ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, കണ്ടു നോക്കാം. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ക്ലാവിയോ എന്ന് പറഞ്ഞ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പോൾ ഇതിൽ നമ്മൾ സിങ്ക്രനൈസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ ഷോപ്പിഫൈ ആയിട്ട് സിങ്ക്രനൈസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളിവിടെ കണ്ടിന്യൂ നിൽക്കണം. അപ്പോൾ കണ്ടിന്യൂ നെക്കി കഴിഞ്ഞപ്പോൾ ഇത് ഷോപ്പിഫൈനോട് കണക്റ്റഡ് ആയി എന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ സെൻഡർ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. merishellstore@gmail.com. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ നെക്കാം. വൺസ് അത് കണ്ടിന്യൂ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്താൽ മതി. ഇമെയിൽ കൺഫർമേഷൻ സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇമെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇമെയിൽ തുറക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിമെയിൽ തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇമെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കൺഫേം യുവർ ക്ലാവിയോ ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൺഫേം ഇമെയിൽ ക്ലിക്ക് ചെയ്യാം.
കൺഫേം ഇമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കിട്ടും. അപ്പോൾ നമ്മുടെ ഷോപ്പിഫൈനോട് ഇത് കണക്റ്റ് ആയി. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇത് വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കാരണം ഇതിൻ്റെ തന്നെ ക്ലേവിയോ തന്നെ അവരുടെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെ നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും കൂടുതൽ നോക്കാനില്ല, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം മെയിനായിട്ട് നിങ്ങൾ ഈ ഫ്ലോസും ക്യാമ്പയിൻസും നോക്കണം. അപ്പോൾ ഈ ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദേ ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് ഫ്ലോസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെൽക്കം സീരീസൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. കാരണം വെൽക്കം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ വെൽക്കം ഡിസ്കൗണ്ട് പോലെ കൊടുക്കണതിനാണ് വെൽക്കം സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെൽക്കം സീരീസ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അബാൻഡൻ കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ 2-3 സാധനങ്ങൾ നമ്മുടെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് പോയിട്ട് അയാൾ വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറയണം ലൈക്ക് ബ്രദർ നമ്മുടെ സാധനം അതിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വാങ്ങിക്കല്ലേ ചോദിച്ച് ഇടയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു റിമൈൻഡർ പോലെ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നല്ല ഒരു ഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇതും നമ്മുടെ ഫ്ലോയിൽ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ താങ്ക് യു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ എന്താണ് നമ്മുടെ ഒരു ബ്ലെൻഡർ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് നിന്നിട്ട് പറയാം നിങ്ങൾ ബ്ലെൻഡർ ബോട്ടിൽ വാങ്ങിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങിച്ചു നോക്കിക്കൂടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ലൈക്ക് ഇപ്പോൾ ഒരു ഫിറ്റ്നസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കുക ഇത് എങ്ങനെയാണെന്ന്. അപ്പം ലൈക്ക് അവർക്ക് ഒരു ഇത് കൊടുക്കണം, അപ്രീസിയേഷൻ കൊടുക്കണ പോലെ ആണ് ആ സംഭവം. അപ്പം നമുക്ക് ഈ 3 ഫ്ലോസും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൈൻ അപ്പ് ഫോംസ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അതൊക്കെ വൺസ് നമുക്ക് കസ്റ്റമേഴ്സ് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൽ ക്യാമ്പയിൻസ് ഫ്ലോസ് അല്ല, ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ആവണ സമയത്ത് നമുക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാം. ക്യാമ്പയിൻസ് റൺ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദിവാലിക്ക് നമ്മൾ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ദിവാലിയുടെ മുമ്പിലത്തെ ഡേറ്റിൽ അല്ലെങ്കിൽ ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് ഇപ്പോൾ നമുക്ക് അതിന് മുമ്പത്തെ ദിവസം നമുക്ക് പറയാം നാളെ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടിന് 40% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമുക്ക് കൊടുക്കാം. ക്യാമ്പയിൻ കൊടുക്കുമ്പോൾ ആൾക്കാർ എന്തായിരിക്കും 40% ഡിസ്കൗണ്ട് ആണ് നാളെ, അപ്പോൾ നമുക്ക് നാളെ സാധനം വാങ്ങിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ക്ലേവിയോ ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മൾ കസ്റ്റമേഴ്സായിട്ട് നമുക്ക് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഈ ക്ലേവിയോനെ പറ്റി പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ആപ്പിലോട്ട് പോവാം. അപ്പോൾ അടുത്തത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്പ് നമ്മുടെ എസെൻഷ്യൽ കൗണ്ട് ഡൗൺ ടൈമറാണ്. അപ്പോൾ ഇത് നമ്മൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് എ ന്യൂ ടൈമർ വരും. അപ്പോൾ ഇത് കറണ്ട് ആയിട്ടൊരു ഫ്രീ പ്ലാനാണ്. ഓക്കെ, 1000 മന്ത്ലി വ്യൂസ് വരെ ഇത് ഫ്രീ പ്ലാൻ ആയിക്കോളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് എ ന്യൂ ടൈമർ ക്ലിക്ക് ചെയ്യാം. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് പേജിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ടൈമർ വെക്കുന്നത്. സെലക്ട് ദിസ് ടൈമർ ടൈപ്പ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് മെയിൻ ടൈമറിന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ ഹറി അപ്പ് എന്ന് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ ടൈമർ ടൈപ്പ് നമുക്ക് ഫിക്സ്ഡ് മിനിറ്റ്സ് ആക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു 100 കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ കളേഴ്സൊക്കെ മാറ്റാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഹറി അപ്പിൻ്റെ ഡിസൈൻ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. കണ്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇവിടെ. ടെംപ്ലേറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ടെംപ്ലേറ്റ് ഇപ്പോൾ ഇത് വൈറ്റ് കളറിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഫയർ ഈ തീം നല്ലൊരു തീമാണ്. അപ്പം നമുക്ക് ടെംപ്ലേറ്റ് ഇതാക്കാം, ഫയർ തീമാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് പബ്ലിഷ് ആക്കാം. ഓക്കെ, വൺസ് പബ്ലിഷ് നെക്കി കഴിയുമ്പോൾ ഇവിടെ ആക്ടിവേറ്റ് എന്ന് വരും. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. അതായത് നമ്മൾ നമ്മുടെ തീമിൽ ഇത് ഓൺ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതും നമ്മൾ ഓൺ ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇത് തനിയെ ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വൺസ് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ കയറി നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ കയറി നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് ഈ ടൈമർ വന്നു. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ദിവാലി സെയിൽസിനാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, വാലന്റൈൻസ് ഡേ, അപ്പോൾ എന്തിനു വേണ്ടിയാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ഏർജൻസി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏർജൻസി ക്രിയേറ്റ് ചെയ്യണം ആൾക്കാരുടെ മൈൻഡിൽ. ഇത്ര സമയം കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഏർജൻസി മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാനും അത് വെച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് കയറാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എസെൻഷ്യൽ കൗണ്ട് ഡൗൺ ടൈമർ ആപ്പ്. ഇനി നമുക്ക് അടുത്ത ആപ്പിലോട്ട് പോവാം. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ള ആപ്പ് എന്ന് വെച്ചാൽ റിപ്പോർട്ട് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ ആപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ അനലിറ്റിക്സ് പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ വൺസ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇതിൽ തന്നെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ റിപ്പോർട്ട്സും ഇതുവഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ത് റിപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ മൈ റിപ്പോർട്ട്സിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റം റിപ്പോർട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. കസ്റ്റം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ മൈ റിപ്പോർട്ട്സിൽ ചെല്ലാം. മൈ റിപ്പോർട്ട്സിൽ ചെന്നിട്ട് ക്രിയേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് കസ്റ്റം റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കസ്റ്റം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. വൺസ് കസ്റ്റം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട് നെയിം എന്താണ്, നമുക്ക് സെയിൽസ് അടിക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഏതിൻ്റെ റിപ്പോർട്ടാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് ആൻഡ് പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ വൺസ് നമ്മൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഇതിൽ ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഇങ്ങനെ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട് പണ്ഡിറ്റ് വഴി നമുക്ക് കുറേ അധികം റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ഈ ഇവിടെ കാണിക്കണ എല്ലാ റിപ്പോർട്ട്സും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്ത് മറ്റേ എക്സൽ ഫയൽസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഇത്രയും ആപ്പാണ് പഠിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി മൂന്നാല് ആപ്പിനെ കുറിച്ചും കൂടി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 4 ആപ്പ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതിൽ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ COD ഫോം റീപ്ലേസ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ COD ഫോം, അതായത് COD കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് ഉപയോഗിക്കണ ഒരു ആപ്പാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ക്ലേവിയോ ഇമെയിൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അത് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, ഡിസ്കൗണ്ട്സും ക്യാമ്പയിൻസും എല്ലാം റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ട് ഡൗൺ ബാർ, അത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഒരു ഏർജൻസി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്രയും സമയത്തിനുള്ളിൽ വാങ്ങിച്ചാൽ നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട്സ് കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് പണ്ഡിറ്റ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ആപ്പ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിന് പകരം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണത്. അപ്പോൾ നമുക്ക് എല്ലാ റിപ്പോർട്ട്സും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 4 ആപ്പുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്.
അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും അതിന്റെ തന്നെ ഇതിൽ വീഡിയോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. വളരെ ഈസിയാണ്, മനസ്സിലാക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആപ്പിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു 2-3 ആപ്പും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുള്ളൂ. നമ്മുടെ ടീം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ആവുക, കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കുക. റിപ്ലൈസ് കിട്ടുന്നതായിരിക്കും. കുറേ അധികം ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ഗൈസ്.